وابستہ کیا اور ان کی عقیدت اور محبت کو دل میں بسا کر زندگی کے قیمتی ایام کو گزارنے کی اللہ تعالی ہم اور آپ کو توفیق عطا فرمائے۔ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തിയതിനോടൊപ്പം കാമിലീങ്ങളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള ബന്ധവും നിസ്ബത്തും നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. ആ മഹാന്മാരോടുള്ള മുഹബ്ബത്തും അഖീദത്തും ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജീവിതത്തിൻ്റെ വിലയേറിയ ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാനുള്ള महत्ताय सौभाग्यम अल्लाह ताला नमुक्कोके प्रदानम चेयदु। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह। आज अल्लाह ताला अपने हौल क़ुव्वत से फिर से हमको सदक़े में रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के अपने घर मस्जिदुल आरिफ के इफ्तिताह के मौके पर 2 दिन का तरीक़त का इज्तिमा में अल्लाह ताला हम सबों को जमा होने की तौफ़ीक़ अता फरमाया, जिसके आज इख्तितामी महफिल में हम जमा हैं। अल्लाह से हम सबों की दुआ है कि बार बार ऐसे महफिलों में जमा होकर आखिरत की फ़िक्र पैदा करने की अल्लाह हम में से हर एक को तौफ़ीक़ अता फरमाए और हमारे अक़ीदों की इस्लाह की अल्लाह हमें तौफ़ीक़ अता करे। അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഭവനം മസ്ജിദുൽ ആരിഫ് അതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 2 ദിവസത്തെ ഈ തരീഖത്ത് മഹാസമ്മേളനത്തിലാണ് നമ്മേവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല ആവർത്തിച്ച് ഇതുപോലെ ഒരുമിച്ച് കൂടാനും നമ്മുടെ അഖീദയിലും വിശ്വാസത്തിലുമുള്ള തകരാറുകൾ ദൂരീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ। हज़रीन इकराम, अल्लाह का करम है, रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का सदक़ा है। अल्लाह ने हमको जब इंसान बनाया तो अल्लाह ताला हमारे लिए उम्मत मुहम्मदुर रसूलुल्लाह की चुना। फिर करम पे करम परवरदिगार का यह हुआ कि जब अल्लाह ताला हमको औलिया से जब वाबस्ता किया तो हमको सिलसिले क़ादरिया से भी वाबस्ता किया और सिलसिले चिश्तिया से भी अल्लाह ताला हमें वाबस्ता फरमाया। അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് മനുഷ്യരായ നമ്മെ ഈ ലോകത്ത് അല്ലാഹു തആല കൊണ്ടുവന്നപ്പോൾ നമ്മളെ ഉമ്മത്തികളാക്കിയത്, സമുദായികളാക്കിയത് ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളായിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ ലോകത്ത് നമ്മളെയൊക്കെ കൊണ്ടുവന്നത്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരുടെ സിൽസിലയും അവരുടെ ബന്ധവും അല്ലാഹു തആല നമുക്ക് നൽകിയപ്പോൾ ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിരി സിൽസിലയുമായും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചിശ്തിയ സിൽസിലയുമായുള്ള ബന്ധം നൽകിയാണ് അല്ലാഹു തആല നാമേവരെയും അനുഗ്രഹിച്ചിട്ടുള്ളത്. हमको जो शेख से अल्लाह ताला वाबस्ता किया उस सिलसिले क़ादरिया से भी वाबस्ता है, सिलसिले चिश्तिया से भी वाबस्ता है। हुजूर सैयदना अब्दुल क़ादिर जिलानी रज़ी अल्लाह ताला अन्हु के नसबी औलाद भी है, रूहानी औलाद भी है। ख्वाजा मुईनुद्दीन चिश्ती अजमेरी के अल्हम्दुलिल्लाह रूहानी औलाद भी है। हुजूर सैयदना अब्दुल क़ादिर जिलानी रज़ी अल्लाह ताला अन्हु के हमारे आका, हमारे शेख कुतुबुल मशाइख नूरुल्लाह शाह नूरी क़द्दसल्लाहु सिर्रहुल अज़ीज़, अल्लाह के दर्जात को बुलंद फरमाएं। हमारे नेक जितने भी आमाल हो रहे हैं इसका अजर और सवाब अल्लाह आपको अता फरमाएं। आप अल्हम्दुलिल्लाह हुजूर सैयदना अब्दुल क़ादिर जिलानी रज़ी अल्लाह तआला अन्हु की 22वीं औलाद, नसबन 22वीं तो रूहानी औलाद भी है। उसी तरह ख्वाजा मुईनुद्दीन चिश्ती अजमेरी के भी रूहानी औलाद
अल्लाह हमको दोनों सिलसिलों से वाबस्ता फरमाया है। അല്ലാഹു തആല നമുക്ക് മാർഗദർശിയായിക്കൊണ്ട് ഷെയ്ഖിനെ അല്ലാഹു തആല നമുക്ക് നൽകിയപ്പോൾ അവർ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തബന്ധത്തിലൂടെയുള്ള സന്താന പരമ്പരയിൽപ്പെട്ടവരുമാണ്, ആത്മീയമായ സന്താന പരമ്പരയിൽപ്പെട്ടവരുമാണ്. നമ്മുടെ നേതാവായ ഷെയ്ഖുന ഖുതുബുൽ മശായിഖ് ഹദ്റത്ത് നൂറുല്ലാഹ് ഷാനൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ ദറജാത്തുകളെ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കട്ടെ. നാം ചെയ്യുന്ന സർവ്വ സൽപ്രവർത്തനങ്ങളും അല്ലാഹു തആല അവരിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലെ 22ാമത്തെ പൗത്രരാണ്. അതോടൊപ്പം അവിടുത്തെ ആത്മീയ സന്താനവുമാണ്. ഖാദിരി സിൽസിലയിലൂടെ അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെയും ബഹുമാനപ്പെട്ടവരെ ആത്മീയ സന്താനമാണ്. ഈ നിലക്ക് ഈ രണ്ട് സിൽസിലയും ബഹുമാനപ്പെട്ടവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനിച്ചിരിക്കുകയാണ്. आज दौरे हाजिर में कुछ लोग ये समझते हैं तरीक़त, ये सिलसिला, ये सब हुज़ूर गौसुल आज़म से इब्तिदा है, ख्वाजा मुईनुद्दीन चिश्ती अल-अजमेरी से इब्तिदा है। हम अच्छी तरह इस बात को समझने की हम कोशिश करें, ये इब्तिदा इनसे नहीं है। दर हकीकत ये सिलसिला मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का सिलसिला। यहाँ जहाँ तक कड़ी जाती है उसका इख्तिताम अगर है तो मुहम्मदुर रसूलुल्लाह। बुजुर्गों, हम जो दामनों से अल्लाह हमको वाबस्ता किया है, ये दर हकीकत गौसुल आज़म का दामन है तो दर हकीकत मुहम्मदुर रसूलुल्लाह का। ख्वाजा मुईनुद्दीन चिश्ती अल-अजमेरी के से वाबस्ता है तो दर हकीकत मुहम्मदुर रसूलुल्लाह। ये मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का रास्ता है। अगर हम इसको सही समझने की अगर हम कोशिश करेंगे, अल्लाह ताला हमको समझने की तौफीक भी अता करेगा और इस रास्ते पर चलने की अल्लाह हमको आसानी भी अता करेगा। ബഹുമാനികളെ, ജനങ്ങൾ ഇന്ന് പലരും തെറ്റിദ്ധാരണയിലാണ്. ഈ തരീഖത്ത് സിൽസില എന്നൊക്കെ പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ ആരംഭിച്ച ഒന്നാണ്. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതായ ഒരു വസ്തുതയാണ്, ഒരു പരമ്പരയാണ് എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ നാം ഒക്കെ ഒരു കാര്യം വളരെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മശായിഖന്മാരുടെ ഏതൊരു പരമ്പര ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുമായി ചെന്നെത്തുന്നോ, ആ പരമ്പര അതിനപ്പുറം ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ മശായിഖന്മാരിലൂടെ ഏതൊരു പരമ്പര ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു വരെ ചെന്നെത്തുന്നോ, ആ സിൽസില ചിശ്തിയ എന്ന് പറയുന്ന സിൽസില ചെന്നെത്തുന്നത്, അവസാനിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഈ നിലക്ക് ഈ ഖാദിരിയ സിൽസിലയാകട്ടെ അതല്ല ചിശ്തിയ സിൽസിലയാകട്ടെ, ഈ രണ്ട് സരണികളും നമ്മുടെ കരങ്ങളിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്, നമ്മൾ പിടിച്ചതായ കരം ഈ മഹാന്മാരുടെ തരീഖത്തിന്റെ വഴിയിലുള്ള കരങ്ങളാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആരംഭിച്ച മുഹമ്മദിയായ മാർഗമാണ്, മുഹമ്മദിയായ തരീഖയാണ് എന്ന് നാം ഓരോരുത്തരും നന്നായി മനസ്സിലാക്കേണ്ടതാണ്. जो सरकार दो आलम सल्लल्लाहु अलैहि वसल्लम अपने सहाबा को तरबियत दिए हैं, उनके जाहिर और उनके बातिन के जो इस्लाह किए हैं, जो अल्लाह के खिलाफ जो वो जिंदगी गुजारते थे, जो मोहम्मदुर रसूलुल्लाह की सोबत अख्तियार किए तो अल्लाह की मोहब्बत में जो जिंदगी गुजारे हैं, जो रास्ते पर मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने उनको लेकर चला है, वो रास्ता सहाबा ने चुना,
اور وہی راستے پر صحابہ بھی گامزن رہے. اس صحابہ کے بعد تابعین، تبع تابعین، اولیاء اللہ، جس میں سے حضور سیدنا عبد القادر جیلانی رضی اللہ تعالی. آپ نے کیا ارشاد فرمایا؟ میرا قدم محمد الرسول اللہ کے نقش قدم پر. ہر ولی کسی نہ کسی نبی کی اتباع کرتا ہے، لیکن میں اگر کر رہا ہوں تو محمد الرسول اللہ. تو در حقیقت جو سلسلے سے اللہ ہم کو وابستہ کیا ہے، سلسلے قادریہ چشتیہ ہو، یہ در حقیقت محمد الرسول اللہ کا بتلایا ہوا راستہ ہے، طریقہ ہے. الحمدللہ یہ چشتیہ سلسلہ، قادریہ سلسلے سے اللہ ہم کو جو وابستہ کیا بذریعے ہمارے شیخ کے، تو الحمدللہ ہم نوری بھی بنے، ہم عارفی بھی بنے. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന്റെ ബാഹ്യ ജീവിതത്തെയും നന്നാക്കി കൊടുത്തു, അവരുടെ ആന്തരികത്തെയും അള്ളാഹുവിന്റെ റസൂല് മാറ്റിക്കൊടുത്തു, നന്നാക്കി കൊടുത്തു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തെറ്റുകളിലും കുറ്റങ്ങളിലും മാത്രമായി ജീവിച്ചിരുന്ന ജനങ്ങളെ അവരെ ബാഹ്യവും ആന്തരികവും സംശുദ്ധമാക്കിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചതായ ആ ജീവിത മാർഗത്തിലൂടെ, ആ രേഖയിലൂടെ മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ചു പോരുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് പകർന്നെടുത്ത ആ ബാഹ്യ ആന്തരിക മാറ്റങ്ങള്, വ്യത്യാസങ്ങള് അവർ ശേഷം വന്ന തലമുറയിലേക്ക് പകർന്നു കൊടുത്തു. അവരവർക്ക് ശേഷമുള്ള ഇമാമിയങ്ങളിലേക്കും ഔലിയാക്കളിലേക്കും പകർന്നു കൊടുത്തു. അങ്ങനെ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അതേ മാർഗമാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്, ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും ഏതെങ്കിലും ഒരു നബിയുടെ മാതൃകയിലായിക്കൊണ്ട്, അവരുടെ ഖദമിലായിക്കൊണ്ടാണ് ഈ ലോകത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃകയെ, അവിടുത്തെ ഖദമിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ബാഹ്യത്തെയും ആന്തരികത്തെയും ശുദ്ധീകരിക്കുന്ന ഈ മാർഗം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിലൂടെ സാധുക്കളായ നമ്മുടെ കരങ്ങളിലെത്തിയപ്പോൾ നമ്മുടെ ശൈഖിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് അവർ കാരണമായി ഇന്ന് നാം നൂരിയുമായിരിക്കുകയാണ്, ഇന്ന് നാം ആരിഫിയുമായിരിക്കുകയാണ്. حاضرین اکرام، آج اگر ہم مان لیتے بھی ہیں طریقت، یہ طریقہ، یہ راستہ اچھا ہے، لیکن آج ہمارے ذہنوں میں بات بٹھائی گئی ہے، جو اہل طریق ہے، جو اللہ کے راستے پر چلنے والا ہے، جو ان اولیاء کے نقش قدم پر چلنے والا ہے، اس کا کیا معاملہ ہے؟ وہ اکیلے تنہائی میں اپنی زندگی بسر کرتا ہے. یاد رکھنا عزیز دوستو، ہم جو سلسلے سے اللہ ہم کو وابستہ کیا ہے، یہ اکیلے تنہائی میں رہنا، یہ اکیلے تنہائی کو پسند نہیں، بلکہ اللہ کا عرفان جو انہیں ملا ہے، اللہ کے حبیب کی حقیقت جو انہیں معلوم ہوئی ہے، جو ان کا ظاہر و باطن کے جو اصلاح ہوئی ہے، یہ اللہ کے بندے خواہش رکھتے ہیں اپنے اندر. جو سلسلے سے اللہ ہم کو وابستہ کیا ہے، یہ اپنے اندر خواہش رکھتے ہیں جس طرح میں بنا ہوں اللہ کا بندہ بھی اسی طرح بنے. یہ اکیلے تنہائی میں جنگلوں کا، بیابانوں کا رخ نہیں، بلکہ جب یہ عرفان جب انہیں ملتا ہے تو اللہ کے بندوں کی طرف یہ ان کا رخ ہوتا ہے. یہ اکیلے تنہائی کو نہیں، بلکہ اس سے زیادہ کہیں اگر اہمیت دیتے ہیں تو تبلیغ کے لیے وہ اہمیت دیتے ہیں، اللہ کے بندوں کی اصلاح کی وہ اہمیت دیتے ہیں. اللہ ہم کو میدان میں اتر کے کام کرنے والے اولیاء سے اللہ ہم کو وابستہ کیا ہے. ബഹുമാനികളെ, നമുക്ക് ഈ കാര്യം വ്യക്തമായിരിക്കുകയാണ്.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അതേ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് തരീഖത്തിന്റെ അഹ്ലുകാര്. തരീഖത്തൊക്കെ വളരെ ശരിയാണ്. പക്ഷേ തരീഖത്തിന്റെ ആളുകളുടെ സ്വഭാവം, അവര് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരല്ല. അവർ ഏകാന്തരായിക്കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയില് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ അകലെ സ്വന്തമായി അള്ളാഹുവിന്റെ ഇബാദത്തിലും അള്ളാഹുവിന്റെ ദിക്റിലുമൊക്കെയായി ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളാണ്. അങ്ങനത്തെവരെ കുറിച്ചാണ് തരീഖത്തിന്റെ അഹ്ലുകാരെന്ന് പറയുക. ജനങ്ങളുടെ ഇടയിൽ മൈതാനത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും തന്നെ തരീഖത്തിന്റെ വക്താക്കളാവുകയില്ല എന്നുള്ള ധാരണയാണ് പൊതുവെ ജനങ്ങൾക്കൊക്കെ ഉള്ളത്. എന്നാൽ നാം ഒരു കാര്യം നന്നായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു തരീഖത്തുമായുള്ള ബന്ധമാണോ നമുക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മശായിഖന്മാര് ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഏകാന്ത ജീവിതം നയിക്കുന്ന ആളുകളല്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഏതൊരു ഇർഫാൻ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ ആ ലഭ്യമായ ഇർഫാൻ തന്റെ സഹോദരനും എത്തിക്കണമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നേതാക്കളായ മശായിഖന്മാരെല്ലാം. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഏതൊരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ആ ലഭിച്ച അറിവ് കാരണം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നമ്മുടെ ഹൃദയത്തിലുണ്ടായ ആ സ്നേഹവും ആ ബന്ധവും നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കണം. അവർക്ക് കൂടി ഈ ദീനിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്ത് അള്ളാഹുവിന്റെ വഴിയിൽ അവരെയും സഞ്ചരിപ്പിക്കുന്നവരായി മാറണമെന്ന ആ തീരുമാനത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ബന്ധമാണ്. അങ്ങനത്തെ ഒരു സിൽസിലയും തരീഖത്തുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. बुजुर्गों और दोस्तों, हम वो सिलसिला नहीं जो अकेले तन्हाई में खुद के ऊपर मेहनत करते हैं, बल्कि अल्लाह उस सिलसिले से, उस तरीकत से अल्लाह हमको वाबस्ता किया है जो खुद पे भी मेहनत और अल्लाह के बंदों पे भी मेहनत होती है. वो सिलसिले से अल्लाह हमको वाबस्ता किया है. हाज़रीन किराम, अल्लाह हमको ऐसे सिलसिले से वाबस्ता किया है जो मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के नक्श कदम पर चलने वाले हैं. कैसी कैफियत है मोहम्मदुर रसूलुल्लाह की? वो सिर्फ आप अपने ऊपर सिर्फ मेहनत नहीं, बल्कि जब अल्लाह ने ऐलान नबूवत जब करने का हुक्म दिया तो उस वक्त से लेकर सरकार दो आलम सल्लल्लाहु अलैहि वसल्लम पहले से भी ऐलान नबूवत तक और नबूवत का ऐलान के बाद से इस दुनिया से रुखसत फरमाए जब तक, बुजुर्गों पर्दा फरमाए जब तक, मोहम्मदुर रसूलुल्लाह का क्या अमल अकेले तन्हाई में नहीं बल्कि कहीं ज्यादा अल्लाह के बंदों की तरबियत करने में मसरूफ, अल्लाह के बंदों की तरबियत करने में मसरूफ. मस्जिद में भी मोहम्मदुर रसूलुल्लाह सब बना रहे हैं तो मैदान में सिपह सालार बनकर वहां पर भी सफों को दुरुस्त फरमा रहे हैं. बुजुर्गों, जहां जहां कहीं पर भी अगर देखने को अगर मौका मिले, जंग के मैदान में भी मोहम्मदुर रसूलुल्लाह सबसे आगे, अल्लाह के घर में भी सबसे आगे, हर अमल में सबसे आगे नजर आ रहे हैं. बुजुर्गों, जब ये आका के नक्श कदम पर ऐसे चलने वाले जब औलिया से अल्लाह हमको वाबस्ता किया है तो हम भी अगर हम अमली मैदान में अगर हम उतरेंगे तो इंशाअल्लाह अल्लाह हमारे जिंदगियों से भी राजी होगा. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് സ്വയത്തെ നന്നാക്കുക എന്ന ഏക കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. എപ്രകാരം സ്വയത്തെ നന്നാക്കാൻ അവർ പരിശ്രമിച്ചോ അതിനേക്കാൾ കൂടുതൽ അവർ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത്. എപ്രകാരം നാം നന്നായിട്ടുണ്ടോ അതേ മാറ്റം മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കാനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏതായാലും നന്നായി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി ഏകാന്തരായി ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മുഴുകുക എന്നൊരു തീരുമാനമല്ല അവരെടുത്തത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അതേ മാറ്റം നമ്മുടെ സഹോദരങ്ങളായ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി
അവർ വീട് വിട്ടിറങ്ങി മൈതാനത്ത് പ്രവർത്തിച്ചതായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധമാണ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നാം മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഈ പാത, ഇത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാന്താവാണ്. അവർ സ്വീകരിച്ച മാർഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സന്ദർഭം മുതൽ അള്ളാഹു തആല അവരുടെ നുബുവത്ത് പ്രഖ്യാപനത്തിന്റെ കൽപ്പന നടത്തുകയും ജനങ്ങളെ ഈ പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തോ, ആ സന്ദർഭം മുതൽ നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഈ ഉത്തരവ് വന്നതോടുകൂടി നേരത്തതിനേക്കാളൊക്കെ എത്രയോ കൂടുതലായിക്കൊണ്ട് ജനങ്ങളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകുന്നത്. നിങ്ങൾ നോക്കുക, പള്ളിയിൽ ചെന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി വന്ന ആളുകളുടെ സഫുകൾ ശരിയാക്കുന്ന ഇമാമായിട്ടാണ് അവിടെ കാണപ്പെടുന്നതെങ്കിൽ, അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന്റെ മൈതാനിയിൽ വരുമ്പോൾ അവിടെ യോദ്ധാക്കളായി നിലകൊള്ളുന്ന യോദ്ധാക്കളുടെ സഫുകളെ അണിനിരത്തുന്ന കമാൻഡറായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുക. പള്ളിയിലാണെങ്കിൽ അവിടെയും മുൻ സഫിലാണ് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളത്. യുദ്ധ മൈതാനിയിലാണെങ്കിൽ അവിടെയും ഒന്നാം സഫിൽ തന്നെ നേതാവായി കൊണ്ടാണ് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അവരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും അവന്റെ തൃപ്തിയിലേക്കും ക്ഷണിക്കുന്ന മാർഗത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ റസൂലുള്ളാഹിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ ബന്ധമാണ് അള്ളാഹു തആല നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും തന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളതല്ല. അള്ളാഹു തആല നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഈ പരിവർത്തനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മൈതാനത്തിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഔലിയ അല്ലാഹ് क्या किए हैं, मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम क्या मेहनत किए हैं, किसके पीछे मेहनत हो रही है? अल्लाह के बंदे पर, इंसान के पीछे मेहनत हो रही है. इंसान के पीछे जब मेहनत हो रही है तो इंसान के सिर्फ जिस्म को बनाने के पीछे मेहनत नहीं की है मोहम्मदुर रसूलुल्लाह, बल्कि जब इंसान के पीछे मेहनत हो रही है तो इंसान जितने तायुनात का रखने वाला है उन तमाम तायुनात को की इस्लाह करने के पीछे मेहनत हो रही है. उसके जिस्म की भी इस्लाह कर रहे हैं, उसके खल्ब की भी इस्लाह की जा रही है, उसके रूह की भी इस्लाह की जा रही है, उसके सिर के भी इस्लाह की जा रही है. ये इस्लाह, ये मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का तरीका, ये इस्लाह औलिया अल्लाह का तरीका, ये इस्लाह गौसुल आजम का, गरीबन नवाज का और हमारे शयूख का तरीका. अल्लाह ताला ये इस्लाह करने की हम में से हर एक को तौफीक अता फरमाए. ബഹുമാനികളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിലുള്ള ജനങ്ങളെയാണ് നന്നാക്കുന്നത്, ഇസ്ലാഹ് ചെയ്യുന്നത്. ഈ ജനങ്ങളെ അവർ നന്നാക്കുന്ന സമയത്ത് കേവലം ഇവരുടെ ശരീരത്തിലുള്ള തകരാറുകൾ ദൂരീകരിച്ച് ശരീരത്തെ മാത്രം നന്നാക്കി കൊടുക്കുക എന്നൊരു പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങുകയല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് ഈ മനുഷ്യന് ഏതെല്ലാം തഅയ്യുനുകളുണ്ടോ, ആദ്യമായി ഇവന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന തകരാറുകളെയൊക്കെ ഇവൻ ദൂരീകരിച്ച് അതിനെ ഇസ്ലാഹ് ചെയ്യുന്ന പ്രവർത്തനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചെങ്കിൽ അതിനുശേഷം പിന്നെ ഇവന്റെ ഹൃദയത്തിൽ പിടിപെട്ടതായ രോഗങ്ങളും തകരാറുകളും ഏതോ അത് മനസ്സിലാക്കി അതിനെ നന്നാക്കുന്നതിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപൃതരാകുന്നത്. അങ്ങനെ ഈ ജനങ്ങളുടെ ശരീരവും കൽബും വൃത്തിയാവുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ മതിയാക്കുകയല്ല ചെയ്തത്, അതിനപ്പുറം അവരുടെ റൂഹ്, അവരുടെ ആത്മാവിലുള്ള തകരാറുകൾ ഏതോ അതവർക്ക് പരിചയപ്പെടുത്തി അവരുടെ റൂഹിനെയും അവർക്ക് ഇസ്ലാഹ് ചെയ്തു കൊടുത്തു, അവരുടെ സിറിനെയും അവർക്ക് ഇസ്ലാഹ് ചെയ്തു കൊടുത്തു. ഈ നിലയിൽ നമ്മുടെ എല്ലാ തഅയ്യുനുകളെയും ഇസ്ലാഹ് ചെയ്യുന്ന ഉന്നതരായ നേതാവിന്റെ ഉമ്മത്തികളായി വളരാനുള്ള സൗഭാഗ്യമാണ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. हज़रीन इकराम, क्या क्या किए हैं मोहम्मदुर रसूलुल्लाह, क्या क्या किए हैं औलिया अल्लाह. अगर हम जायजा ले तो हमको पता चलेगा या अल्लाह की इबादत कैसा करना है, ये भी हमको बतलाए हैं.
अल्लाह का नाम लेना भी हमको सिखलाए हैं, अल्लाह को जानने वाला भी हमको बनाए हैं, अल्लाह को देखने वाला भी हमको बनाए हैं, अल्लाह में गुम होने वाला भी हमको बनाए हैं। ये मेहनत मोहम्मदुर रसूलुल्लाह ने किया है, ये मेहनत औलिया अल्लाह ने किया। आज हम जरा अपना मुहासबा करें, आज इनकी तरबियत, इनकी सोहबत हम इख्तियार न करने की वजह से, इन औलिया अल्लाह की, आज हमारे जिंदगियों का हाल क्या है। आज जिंदगी तो गुजार रहे हैं, लेकिन हम कैसा इबादत करना हमको नहीं मालूम। इबादत तो कर रहे हैं, लेकिन माबूद का पता हमको नहीं मालूम। अल्लाह तो बोलना तो हमको आता है, लेकिन अल्लाह जानना हमको नहीं आता। अल्लाह को जानना हमें नहीं आया, अल्लाह को देखना नहीं आया, अल्लाह में गुम होना नहीं आया। बुजुर्गो, जब हम ये चारों तायुनात के तकाज़े को अगर हम पूरा करेंगे, अगर हमारी कामिल अगर इस्लाह होगी, तब कहीं हम इंसान बनेंगे, वरना हम हैवानों की फहरिस्त में शामिल। अल्लाह हम सबों की हिफाजत फरमाए। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നന്നാക്കുന്ന രംഗത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മെ നന്നാക്കുന്ന രംഗത്ത് ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണുള്ളത്? നാം ഈ കാര്യത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ആദ്യമായി ഇവര് അള്ളാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ രീതികൾ എന്താണ്? ഇതവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവരാണ് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പന എങ്ങനെ നമ്മൾ നടപ്പിലാക്കണം, ആ വിധിവിലക്കുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിനുശേഷം ഈ അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവന്റെ പേരുച്ചരിക്കുന്നവരാക്കി നമ്മളെ മാറ്റിയത് അള്ളാഹുവിന്റെ ഈ ഔലിയാക്കളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാക്കി മാറ്റി, അള്ളാഹുവിന്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കുന്നവരാക്കി മാറ്റി. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല, അള്ളാഹുവിനെ അറിയുന്നവരാക്കി മാറ്റി. ഈ മശായിഖന്മാർ തന്നെയാണ് ആ അള്ളാഹുവിനെ ദർശിക്കുന്നവരാക്കി നമ്മളെ മാറ്റിയത്. അള്ളാഹുവിനെ ദർശിക്കുന്നവരാക്കി മാറ്റി ആ അള്ളാഹുവിൽ തന്നെ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉന്നതമായ അവസ്ഥയും നമുക്ക് പ്രദാനം ചെയ്തത് ഇതേ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവർ നമ്മുടെ ഏതെല്ലാം തായ്യുനുകളുണ്ടോ ആ തായ്യുനുകളിലുള്ള എല്ലാ ദൂഷ്യങ്ങളെയും ദൂരീകരിച്ച് ഓരോ തായ്യുനിന്റെയും തഖാവ എന്താണ്, അത് തേടുന്നത് എന്താണെന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് ഒരേ സമയം അള്ളാഹ് എന്ന് പറയുന്നതിനോടൊപ്പം അള്ളാഹുവിനെ അറിയുന്നവരാക്കി മാറ്റി, അള്ളാഹുവിനെ അറിയുന്നതിനോടൊപ്പം അള്ളാഹുവിനെ ദർശിക്കുന്നവരാക്കി മാറ്റി, അള്ളാഹുവിനെ ദർശിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റി. ഈ നിലയിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് ഏത് നിലവാരത്തിലാണോ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞതെങ്കിൽ ആ നിലക്കൊക്കെ നിർവഹിക്കാനുള്ള പഠനമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. आज हम इबादत तो करते हैं, लेकिन कैसी हमारी इबादत है? वो इबादत ना अल्लाह को मतलूब है ना मोहम्मदुर रसूलुल्लाह को। बुजुर्गों, अल्लाह क्या चाहता है, हमारी इबादत कैसी होनी चाहिए? आज हम इबादत तो कर रहे हैं, अल्लाह ताला क्या इरशाद फरमा रहा है, फलयअबुदू रब्ब हाज़िल बैत अल्लज़ी अतअमहुम मिन जू व आमनहुम मिन खौफ। फलयअबुदू रब्ब हाज़िल बैत, तुम इबादत करो इस घर के रब की। बुजुर्गों, हम न घर की इबादत करते हैं न किसी और की इबादत करते हैं, बल्कि अल्लाह क्या इरशाद फरमा रहा है, तू घर की इबादत नहीं, घर वाले की तो इबादत कर, रब की इबादत कर। बुजुर्गों, हम इबादत अहकाम एक है, वो रब का, और एक इरफान है। अहकाम तो हमको उलमा बतलाते हैं, क्या नमाज कैसे पढ़ना है, क्या क्या नमाज में पढ़ना है, कितना नमाज में पढ़ना है, कितनी रकात पढ़ना है, कितने फराइज है, कितने सुन्नतें हैं, कितने वाजिबात है, हमको सब बतलाया जाता है। लेकिन इरफान उलमा का काम नहीं। बुजुर्गों, उलमा हमको नहीं बतलाते, उरफा हमको बतलाते हैं। वो उरफा को तलाश करना हमारा काम है, तलाश ही नहीं बल्कि तलाश करके अगर हम उनकी सोहबतें अख्तियार करेंगे, इंशाअल्लाह अहकाम के साथ असरार भी जब हमको मिलेंगे, इरफान भी जब मिलेगा, अल्लाह ताला हमारी इबादतों को कबूल करेगा और हमारी इबादतों से राजी हो जाएगा। ബഹുമാനികളെ, ഇന്ന് നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ മഅബൂദാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മഅബൂദ് ആരാണെന്ന് അറിയൂല. ഈ മഅബൂദിനെ അറിയാതെയുള്ള നമ്മുടെ ഇബാദത്ത്
ഇതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു ആവശ്യപ്പെടുന്നത് ഏതൊരു റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നോ ആ റബ്ബിനെ നിങ്ങൾ അറിയുന്നവരായി മാറണം. ആ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ള ഒന്നുണ്ട്, അഹ്കാം ഒന്നുണ്ട്. മറ്റൊന്ന് ആ റബ്ബിനെ അറിയുക എന്നുള്ള അവന്റെ ഇർഫാൻ ഒന്നുണ്ട്. അഹ്കാം വേറെയാണ്, ഇർഫാൻ വേറെയാണ്. ഇബാദത്തിന്റെ വിധിവിലക്കുകൾ എന്താണ്? ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് ആ ഇബാദത്തിൽ എന്തൊക്കെയാണ് നിർവഹിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്, എന്താണ് ചെയ്യാനുള്ളത്, അതിലുള്ള ഫറളുകൾ എന്തൊക്കെയാണ്, വാജിബാത്തുകൾ എന്തൊക്കെയാണ്, സുന്നത്തുകൾ എന്തൊക്കെയാണ്, അതിൽ തകരാറുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആ ഇബാദത്തിന്റെ വിധിവിലക്കുകളാണ്. ആ ഇബാദത്തിന്റെ അഹ്കാം വിധിവിലക്കുകൾ ഉലമാക്കള് ആലിമീങ്ങള് നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. അവരിലൂടെയാണ് ഇബാദത്തിന്റെ വിധിവിലക്കുകൾ, അത് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും ഫർളുകളും സുന്നത്തുകളും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ ആർക്കാണോ നാം ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ മഅബൂദ് ആരാണ്, ആ മഅബൂദിനെ സംബന്ധിച്ചുള്ള ഇർഫാൻ അത് പഠിപ്പിച്ചു തരിക എന്നുള്ളത് ഈ അഹ്കാം പഠിപ്പിച്ചു തരുന്ന ഉലമാക്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. ആ ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ചുള്ള പരിചയം അത് മഅരിഫത്തുള്ള ഉറഫാക്കൾ ചെയ്യുന്ന ജോലിയാണ്. അതിന് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആരിഫീങ്ങളായ ആളുകൾ ആരാണോ അവരെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ സഹവാസം സ്വീകരിക്കൽ കൊണ്ട് മാത്രമേ അള്ളാഹു ആരാണ്, മഅബൂദ് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുന്നവരായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അവർ ഈ ഭവനത്തിന്റെ ഉടമസ്ഥൻ, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ ഈ വീട്ടിന്റെ ഉടമസ്ഥനിക്ക് അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. ഭവനത്തിന് ഇബാദത്ത് ചെയ്യാനല്ല കൽപ്പന, ഈ വീട്ടിന് ഇബാദത്ത് ചെയ്യാനല്ല കൽപ്പന. ഈ വീട്ടുകാരനാരോ ആ വീട്ടുകാരന് ഇബാദത്ത് ചെയ്യുക. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. എപ്രകാരം വീട് പരിചയപ്പെട്ടോ ഭവനം പരിചയപ്പെട്ടോ എന്നതുപോലെ തന്നെ ആ ഭവനത്തിന്റെ ഉടമസ്ഥനാരാണ്, അവൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് പരിചയപ്പെട്ടുകൊണ്ട് അവനെ അറിഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കാമെന്നാണ് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഭവനത്തിന്റെ ഉടമസ്ഥനെ പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചറിയുന്ന ആരിഫീങ്ങളോട് സഹവസിച്ചെങ്കിൽ മാത്രമേ അവനത്തെ ഇർഫാൻ അസ്റാർ ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. बुजुर्गो, हम कुरान तो पढ़ते हैं, अल्लाह ताला क्या इरशाद फरमा रहे, फलयाबुदू, तुम इबादत करो रब्ब हाज़िल बैत, ये घर के रब की तुम इबादत करो. रब कौन है पहले हम जानना, रब कौन है, पालने वाला कौन. आज हम इसको नहीं मालूम, आज हमको नहीं मालूम. आज पालने वाला हम ये समझ रहे हैं कि मुझको पालने वाला मेरी औलाद, मुझको पालने वाला मेरी दौलत, मुझको पालने वाले मेरे डिग्रियां, मुझको पालने वाले मेरा मकाम शोहरत, ये मुझको पालने वाले हैं. बुजुर्गो, यही तो जवाब हमको खबर में देना है. अल्लाह कौन है सवाल नहीं, मन रब्बू का, तेरा रब कौन है सवाल होगा. पालने वाला कौन, क्या जवाब देंगे हम? क्या ये हम इनके बारे में हम अल्लाह कहेंगे ये औलाद मुझे पालने वाली थी, ये बीवी बच्चे मुझे पालने वाले थे, कारोबार मुझे पालने वाला, कौन पालने वाला? ईमानियात का मुताल्लिक सवाल हो रहा है, अमल के मुताल्लिक नहीं. कितने नमाज तू पढ़ा नहीं, तेरा रब कौन है, तू किसको जानता था दुनिया में रहकर पालने वाला, उसके मुताल्लिक सवाल जब हो रहा है तो ये दुनिया में रहे जब तक तैयारी करो, रब को जानने की कोशिश करो. अगर रब जानने की, अगर रब को अगर हम जान लेंगे, आंख बंद होगी, जब सवाल होगा, सवाल से पहले जवाब देने वाले लोगों की फहरिस्त में अल्लाह हमें शामिल फरमाएगा. ബഹുമാനികളെ, നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്. ഖുർആൻ പറയുന്നത് എന്താണ്? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. ആർക്ക്? റബ്ബിനെ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. റബ്ബ് ഇബാദത്ത് ചെയ്യാൻ റബ്ബ് ആരാണെന്ന് നമ്മൾ അറിയുന്നവരായി മാറണം. നമ്മളെ പരിപാലിച്ച് വളർത്തുന്നവൻ ആര്, അവനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ റബ്ബിനെ നാം ആരാധിക്കുന്നവരായി മാറുകയുള്ളൂ. നാം ഇന്ന് മനസ്സിലാക്കിയത് എന്താണ്? നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മളെ മക്കള്, നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സമ്പത്ത്, നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്കുള്ള സ്ഥാനമാനങ്ങള്, നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇന്ന് ജനങ്ങൾക്കുള്ള പേരും പെരുമയും, ഇതിന്റെയൊക്കെ പേരിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ വലുതായിക്കൊണ്ടിരിക്കുന്നത്, ഇവരൊക്കെയാണ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ധാരണയിലാണ് നമ്മളുള്ളത്. ഈ ധാരണയോടുകൂടി
നമ്മൾ ഖബറിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് നമ്മോട് ചോദിക്കുന്നത് മൻ റബ്ബുക എന്നാണ്. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്നെ വളർത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു ആരാണ് എന്നല്ല ചോദ്യം, നിന്നെ വളർത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. നിന്നെ വളർത്തുന്നവൻ ആര്, നിന്നെ വളർത്തി കൊണ്ടുവന്നതാര്? ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഈ മക്കളാണ് എന്നെ വളർത്തിയത്, ഈ സമ്പത്തുണ്ടായത് കൊണ്ടാണ് ഞാൻ വളർന്നത്, ഈ തോട്ടവും പണവും അന്തസ്സുമൊക്കെ ഉള്ളത് കൊണ്ട് ഈ വീടും ഭവനവും ഒക്കെ കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ വളർന്നത് എന്നാണോ നമുക്ക് മറുപടി പറയാനുള്ളത്? ഇവിടെയുള്ള ചോദ്യം നമ്മളെ അമലുകളെ കുറിച്ചല്ല, ഈമാനിനെ കുറിച്ചാണ് ചോദ്യമുള്ളത്. നിങ്ങൾ ആരെയാണ് റബ്ബായി അറിഞ്ഞത്? ആരാണ് നിങ്ങളെ വളർത്തിയത്? ആ വളർത്തിയവൻ അള്ളാഹുവാണ് എന്ന് അവന്റെ വളർത്തലിന് കീഴിൽ ജീവിച്ചതായ മനുഷ്യനാരോ ആ ഉത്തരം പറയണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ജനങ്ങളെ നാം അതിന് തയ്യാറെടുപ്പ് ചെയ്ത് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നതിന് ശേഷമുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ട് പോകാൻ നമ്മളൊക്കെ തയ്യാറാകണം. हज़रीन इकराम, ये उरफा हमको बतलाते हैं, ये अल्लाह वाले अहलुल्लाह हमको बतलाते हैं तेरा रब कौन है, कैसे वो अपने रुबूबियत के फैजान से तुझे मालामाल किया है। फिर आगे अल्लाह क्या इरशाद फरमा रहा है, अल्लज़ी अतामहुम मिन जू, इनकी उनकी तुम इबादत करने की जरूरत नहीं है, इसकी उसकी इबादत करने की जरूरत नहीं है, बल्कि उसकी इबादत करो जो तुम्हें भूख में खिलाया है, भूख में खिलाया है। हम गौर करना, अल्लाह कौन सी कैसी गुफ्तगू, अल्लाह कैसे अंदाज में हमको बयान कर रहा है, समझा रहा है। जो भूख में तुझे खिला रहा है, जो भूख को तेरी मिटा रहा है, रिज़्क़ दे रहा है, खिला रहा है, उसकी इबादत कर। इंसान का बड़े मसाइल में एक बड़ा मसला यह है कि रिज़्क़ के मुतालिक फिक्रमंद, रिज़्क़ के मुतालिक फिक्रमंद रहता है। क्या खाऊंगा, क्या पीऊंगा, क्या करूं, क्या नहीं करूं, उधर वो कैसा होगा, कैसा होगा, ये फिक्र में इंसान अपनी जिंदगी भी बसर करता है, जिंदगी बसर करता है। इंसान कैसी फिक्र करता है, वो फिक्र को अल्लाह ताला दस्तक दे के क्या कह रहा है, अरे जो तेरी भूख को मिटाता है उस रब की तू इबादत कर। അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബ് ആരാണ്, ആ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ. നിങ്ങൾക്ക് വിശന്നപ്പോൾ, വിശക്കുമ്പോൾ ഭക്ഷണം നൽകിയവയായ റബ്ബാരോ ആ റബ്ബിനെ ആരാധിക്കുക എന്നാണ് കൽപ്പന. ആരാണോ നിങ്ങളെ തീറ്റിപ്പോറ്റിയത്, നിങ്ങൾക്ക് വിശപ്പ്, ആ വിശക്കുന്ന സമയത്ത് ഭക്ഷണം നൽകിയവനാരോ ആ ഭക്ഷണം നൽകിയ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും പോയി ഇബാദത്ത് ചെയ്യണമെന്നുള്ള കൽപ്പനയല്ല ഉള്ളത്. നിങ്ങൾക്ക് വിശന്നപ്പോൾ ആ വിശപ്പിൽ ഭക്ഷണം നൽകിയവനാരോ ആ ഭക്ഷണം നൽകിയ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലുള്ള അവന്റെ പ്രശ്നങ്ങൾ വെച്ച് ഏറ്റവും വലിയ ഒരു സുപ്രധാന പ്രശ്നമാണ് മനുഷ്യൻ ഏൽക്കുന്ന വിശപ്പ് എന്ന് പറയുന്നത്. ഈ വിശക്കുന്ന സമയത്ത് ഭക്ഷണം എവിടെ നിന്നാണ് എനിക്ക് ലഭിക്കുക, ആര് നൽകും, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ അതിന് പരിഹാരമുണ്ടാകും എന്ന് വിഷമിച്ച് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ ആ വിശപ്പിന്റെ അതേ വാതിലിനെ തട്ടി വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഈ വിശക്കുന്ന സമയത്ത് നിന്റെ വിശപ്പടക്കി തന്നവനാരോ, ആ വിശപ്പടക്കിക്കൊണ്ട് നിന്നെ വളർത്തിയവനാരോ ആ റബ്ബിനെ നീ ആരാധിക്കുക, അവന് നീ ഇബാദത്ത് ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. बुजुर्गों और दोस्तों, कैसा हमारी भूख को मिटा रहा है और करना, अल्लाह वाले अहलुल्लाह ने हमको बतलाया है भूख का देने वाला भी वही है, भूख को मिटाने वाला भी वही है, भूख को देने वाला भी वही, भूख को मिटाने वाला भी वही। भूख नहीं है, हजार किस्म के अगर खाने भी सामने आ जाए, इंसान खाने पर खासिर है, नहीं खा सकता वो, लेकिन जब भूख लग रही है तो कैसा हमारे रिज़्क़ का इंतजाम कर रहा है, कैसा रिज़्क़ का इंतजाम हो रहा है। हमको जब भूख लगती है अल्लाह कैसा हमको दे रहा है, अहलुल्लाह ने हमको बतलाया है ये कहां रहकर कर रहा है, सातों आसमान के ऊपर नहीं बुजुर्गों, वो तो हर जगह मौजूद है, वो वहां पर भी है, तेरे साथ भी है, तेरे साथ रहकर तेरी जरूरत को पूरा कर रहा है, तुझे भूख भी दे रहा है और उस भूख में तुझे रिज़्क़ भी अता कर रहा है। वो साथ रहकर तुझे भूख देने वाला और भूख को मिटाने वाला जो है उस रब की तू इबादत कर। अगर बंदा ये जानकर अगर उसकी बारगाह में ठहरेगा,
तकबीर बांधते ही अल्लाह उसकी नमाज को कबूल करेगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബാരോ ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് ആ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ്. ആരാണ് റബ്ബ്? ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അല്ലാഹുവിന്റെ അഹ്ലുകാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ വിശപ്പ് എന്ന് പറയുന്നതും അത് അല്ലാഹു ഉണ്ടാക്കി തന്ന ഒരു കാര്യമാണ്. ഈ വിശക്കുന്നവന്റെ വിശപ്പടക്കാനുള്ള ഭക്ഷണം, ആ ഭക്ഷണവും ഉണ്ടാക്കി തരുന്ന, എത്തിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അഥവാ നമുക്ക് വിശക്കുന്നില്ല, അല്ലാഹു തആല വിശപ്പ് നൽകിയില്ല എങ്കിൽ എത്ര വിധമുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചാലും നമ്മൾക്കൊന്നും അത് ഭക്ഷിക്കാൻ യാതൊരു ആഗ്രഹവും കാണുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമുക്ക് വിശപ്പ് നൽകുന്നു. പിന്നെ ആ വിശപ്പ് അകറ്റാൻ ആവശ്യമായ ഭക്ഷണമേതോ ആ ഭക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ നമുക്ക് വിശപ്പുണ്ടാക്കി തന്ന് ആ വിശപ്പിന്റെ ബോധ്യം വന്നപ്പോൾ ആ വിശപ്പ് തീർക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകി. ഇങ്ങനെ നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു, അവൻ എവിടെ നിന്നുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ ആ വിശപ്പ് അകറ്റുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു തരുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴാകാശത്തിനപ്പുറം എവിടെയോ ഉള്ള അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഭക്ഷണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവരോടൊപ്പവും ഉള്ളവനാണ്. ആ അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മോടൊപ്പം ഉണ്ടായിക്കൊണ്ടാണ് നമുക്കവൻ വിശപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പമായി നമുക്ക് വിശപ്പ് നൽകുന്ന അല്ലാഹു, നമുക്ക് വിശന്നപ്പോൾ അവൻ ഒപ്പമായി കൊണ്ട് തന്നെയാണ് അവൻ നമ്മുടെ വിശപ്പകറ്റാനുള്ള മാർഗവും നമുക്കുണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് വിശക്കാൻ ആവശ്യമായ വസ്തുത എന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് സമ്മാനിക്കുകയും ആ വിശപ്പറക്കാനുള്ള മാർഗം അല്ലാഹു ഉണ്ടാക്കി തരികയും ചെയ്തതായ റബ്ബ് എന്നോട് അകലെയല്ല, എന്റെ സമീപത്താണ് എന്നറിഞ്ഞുകൊണ്ടൊരടിമ അല്ലാഹു അക്ബർ എന്ന് ഇബാദത്ത് ചെയ്യാൻ കൈ ഉയർത്തലോടുകൂടി അവന്റെ ഇബാദത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായതായി മാറും. बुजुर्गों और दोस्तों, हम जायजा लेना, मुहासबा करना, कैसा हमारा रब है, कैसा हमको रिज़्क़ का इंतजाम कर रहा है। हम कभी सोचे, हम सोचना उस पर, अगर हम सोच कर अगर अल्लाह की बारगाह में ठहरेंगे तब कहीं हमारी इबादत में लज्जत आएगी, तब कहीं हमारी इबादतों में मजा आएगा, खुशी और खुशू हमारे इबादतों में पैदा होगा। वरना हमारी इबादतें कैसी, कोई ख्याल नहीं, रब का कोई ख्याल नहीं। बुजुर्गों, ना हम रब को जाने ना माबूद को जाने, बस इबादत कर रहे हैं। कई की इबादत वो बुजुर्गों, वो कई की इबादत, कोई फायदा नहीं। अल्लाह ताला हम सबों को उसकी रजा के मुताबिक इबादत करने की तौफीक अता फरमाए। बुजुर्गों, कैसा हमें रिज़्क़ का इंतजाम कर रहा है, भूख भी लगाने वाला वो, रिज़्क़ का भी इंतजाम करने वाला वो। अरे हम जो चावल खा रहे हैं, एक मिसाल, हम जो चावल खा रहे हैं, नहीं मालूम कहां के कितने का है जमीन के। बुजुर्गों, कौन सी जमीन में लगा है ये नहीं मालूम, कहां लगा है, कहां उग रहा है नहीं मालूम। लेकिन जब जमीन पर लगाने वाला जब लगाता है, जब उसका फूल निकलता है, जब निकलते ही साथ ही धान जब निकलता है जाहिर, तो खाने वाले का नाम अल्लाह उस पर लिख रहा है, खाने वाले का नाम उस पर मौजूद है। आप देखिए, अगर उस पर आपका नाम नहीं है, आप वो उठाकर खा लेंगे, खसका लगेगा, बाहर आएगा, वल्लाह या तो मुर्गी को खिला देगा या कौवे को खिला देगा। बुजुर्गों, आपका जो रिज़्क़ लिखा हुआ है आपको जरूर मिल के रहेगा। बुजुर्गों, ये जानकर अगर हम उसकी इबादत करेंगे तो इबादत में हमको लज्जत आएगी। अल्लाह वालों ने हमको इसीलिए बतलाया, तू जिसका खाता है उसी का गा, जिसका खा रहा है तू उसी का गा, जिसका खा रहा है तू उसकी इबादत कर। अगर उसकी इबादत करेगा वो इबादत होगी, वरना वो एक्टिंग है। अल्लाह ताला एक्टिंग से हमारी हिफाजत फरमाए। ബഹുമാനികളെ, അല്ലാഹു തആല വിശന്ന നമ്മൾക്കുള്ള ഭക്ഷണത്തിന്റെ മാർഗമുണ്ടാക്കി തരുന്നത് എങ്ങനെയാണ് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിതിൽ ആലോചിക്കാൻ തയ്യാറാകണം. എന്റെ ഭക്ഷണത്തിന്റെ മാർഗം എന്റെ ഉടമസ്ഥനായ റബ്ബ് ഉണ്ടാക്കി തരുന്നത് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ മാർഗങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്ത് നമുക്ക് ആനന്ദവും രസവും ഉണ്ടാവും. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കുണ്ടാകും. നാം ആലോചിച്ചു നോക്കണം, നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണം, ആ ഭക്ഷണം നമ്മുടെ വായിലേക്ക് എത്തുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്?
നാം ഇന്ന് ഒരു അരിമണി അഥവാ ഒരു വറ്റ് അഥവാ കഴിക്കുന്നെങ്കിൽ ഈ അരിമണി ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഏത് ഭൂമിയിലെ ഏത് കൃഷിസ്ഥലത്താണ് അത് കൃഷി ചെയ്യപ്പെട്ടത്. അങ്ങനെ അതിന്റെ ആ തെയ്യിൽ, അതിന്റെ കതിരിൽ ഈ അരിമണി വന്ന സമയത്ത് തന്നെ ആ അരിമണിയിൽ ഇത് തിന്നുന്നവൻ ആര് എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാമം അഥവാ ആ അരിമണിയുടെ മേൽ അല്ലാഹു എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ശരി, അത് നമ്മുടെ വായ വരെ എത്തുക തന്നെ ചെയ്യും. അത് നമ്മിലേക്ക് എത്താതെ ഒരിക്കലും തന്നെ തിരിച്ചു പോവുകയില്ല. ഈ നിലക്ക് അത് ഭക്ഷിക്കുന്നവൻ ആര്? അവന്റെ നാമം എഴുതിക്കൊണ്ടാണ് ഓരോ അരിമണിയും അതിന്റെ സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അരിമണി വന്ന് നമ്മളൊരു പക്ഷേ അത് എന്റേതാണ്, എനിക്കുള്ളതാണെന്ന് മനസ്സിലാക്കി വായയിലിട്ട് കഴിക്കാൻ തയ്യാറായാൽ പോലും, അഥവാ അതിന്റെ മേൽ നമ്മുടെ നാമമല്ല എഴുതിയിട്ടുള്ളതെങ്കിൽ പിന്നെ നമ്മളൊന്ന് കുരച്ചാൽ ആ അരിമണി പുറത്തേക്ക് തെറിക്കും. പിന്നെ അത് ഒരുപക്ഷെ കോഴിയുടെ നാമം എഴുതിയതാകാം, അല്ലെങ്കിൽ കാക്കയുടെ നാമം എഴുതിയതാകാം. അവരാണത് ഭക്ഷിക്കുന്നത്, നമ്മളൊരിക്കലും അത് ഭക്ഷിക്കുന്നവരായി മാറുന്നില്ല. ഇങ്ങനെ നമുക്ക് വിശപ്പുണ്ടാക്കി തരികയും ആ വിശപ്പിന് ആവശ്യമായ ഭക്ഷണമേതോ അത് അല്ലാഹു തആല പടക്കുകയും അത് നമ്മുടെ വായിലേക്ക് എത്തുന്നത് വരെ സഞ്ചരിപ്പിച്ച് നമ്മിലേക്ക് എത്തിച്ചു തരികയും ചെയ്ത ആ ഉടമസ്ഥനായ റബ്ബിനെ അറിഞ്ഞുകൊണ്ടൊന്ന് ഇബാദത്ത് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട ഭക്ഷണമേതോ ആ ഭക്ഷണത്തെ നമ്മിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. हज़रीन इकराम, आज रिज़्क़ के मुतालिक कितना फिक्रमंद है, हम कितना फिक्रमंद है। हम राज़िक़ है, अल्लाह राज़िक़ है। बुजुर्गों, हम मरज़ूक़ है, अल्लाह राज़िक़ है। मरज़ूक़ को फिक्र नहीं, राज़िक़ को फिक्र होती है, राज़िक़ को फिक्र होती है। आज वो रिज़्क़ के मुतालिक कितना फिक्रमंद, आज परेशान फिर रहे हैं, परेशान फिर रहे हैं। वो रिज़्क़ के लिए हम कुछ भी करने के लिए इंसान तैयार है, हद से गुजरने के लिए भी इंसान तैयार है, अपनी दौलत कुर्बान करने के लिए भी तैयार है, अपनी जान को कुर्बान करने के लिए भी तैयार है, हर चीज तैयार है। बुजुर्गों, हर किसी का यही हाल है, इल्ला माशाअल्लाह, अल्लाह हमारी हिफाजत फरमाए। बुजुर्गों, अल्लाह वालों ने हमको बतलाया है दौलत के रिज़्क़ के लिए इंसान कितना परेशान होता है, क्या क्या चीज अपनी कुर्बान करता है। निजामुद्दीन महबूब इलाही सरकार हमारे इस सिलसिले में से अल्हम्दुलिल्लाह पीरों में से है। आपके शेख बाबा फरीदुद्दीन गंज शकर रहमतुल्लाह अलैह का वाक़या बयान करते हैं। बाबा फरीदुद्दीन सरकार से ताल्लुक रखने वाले मुफ्ती और आलिम साहब थे, करीब ही रहते थे। जब चाहे मौका मिलता आपस में बैठते, बहस करते, इल्मी बात करते, गुफ्तगू करते। बात हो रही है, कुछ दिन गुजरे, सरकार बाबा फरीदुद्दीन सवाल करते हैं, मैं सुना हूं कि इस्लाम के 6 रुकन हैं, अरकान इस्लाम 6 है। उन्होंने कहा 6 नहीं 5 है, क्या तुम्हें नहीं मालूम? नहीं मालूम? इस्लाम अरकान इस्लाम 5 है, 6 नहीं है। इस्लाम अरकान इस्लाम कलिमा, नमाज, रोजा, ज़कात और हज, ये 5 के अलावा नहीं। आपने क्या इरशाद फरमाया? मैं सुना हूं, किसी से सुना हूं कि अरकान इस्लाम 6 है। तो बहरहाल उन्होंने नहीं माना। आखिर में गुस्से में आकर, जलाल में आकर वालिम साहब कहते हैं कि जो नहीं मानता ये दीन की बात को, उससे बात करना बेकार है, लिहाजा निकल गए। कुछ दिन गुजरे, हज का मौका आया, हज का इरादा किया आलिम साहब, हज के लिए गए। जब हज के लिए गए तो एक हज हुआ, इरादा हुआ कि और एक हज करूं। अब वो दूसरे हज तक इबादतों में मसरूफ, दूसरा हज भी किए, फिर इरादा हुआ तो फिर तीसरा हज भी किए, ऐसे 7 हज किए, एक साथ 7 हज किए। वो 7 हज में इतनी इबादत। अब जब हिंदुस्तान, जब लौटने का जब मौका आया, जहाज में जब सवार होके आ रहे हैं, जहाज डूबा। आप क्या किए? वो समंदर के करीब जजीरा था, उधर ऐसे तैसे करके पहुंच गए। जजीरे में कोई है नहीं। अब वहां पर आपको मौत नजर आ रही है, खाने के लिए कुछ नहीं है, परेशान है। आपने एक सुरंग में पनाह ली। 3 दिन गुजर गए, भूख की शिद्दत में इजाफा होता गया। ये कोई बनावटी कहानी नहीं है जो अल्लाह वालों ने बयान किया हुआ मैं आपके सामने रख रहा हूं। इजाफा होता गया,
सुरंग के बाहर से एक शख्स आवाज देते जा रहा है, रोटी रोटी रोटी। वो बाहर निकल के कहते हैं मुझे भूख लग रही है, रोटी दियो। वो क्या कहते हैं, मैं तो रोटी तो दूंगा, इसके बदले में मुझे तुम क्या दोगे, इसके बदले में मुझे तुम क्या दोगे। कहने लगे मेरे पास तो तुम्हें मालूम है हकीकत, जहाज डूब गया, मैं परेशान हूं, कुछ नहीं है देने के लिए। उन्होंने कहा आमाल तो होंगे नेक। हाँ, उन्होंने कहा हाँ आमाल तो है। क्या है आमाल, मैं पूरा किस्सा सुनाए, 7 हज किया, मैं इतने इबादतें किया, वो बहरहाल 7 हज किया, मैं रोटी दूंगा, उसके बदले में तुम हज देना मेरे को, जितने हज किए हैं वो हज देना। वो उन्होंने कहते हैं हाँ हज ले लो रोटी दे दो। बहरहाल रोटी ले लेते हैं, हज दे देते हैं। फिर 3 दिन हो गए, फिर शिद्दत ज्यादा हुई भूख की, फिर बाहर से आवाज देते हुए जा रहे हैं शख्स, रोटी रोटी रोटी। फिर बाहर निकलते हैं, रोटी दियो। क्या है देने के लिए, पैसे तो कुछ नहीं है, आमाल है। अच्छा आमाल में क्या है, नमाज है, नमाज दे दो, ये रोटी ले लो। बहरहाल अब पूरे अमाल, नमाज भी गई, रोजा भी गया, ज़कात भी गई, हज भी गए, सब गया खत्म। अब फिर जब शिद्दत हुई, वैसे ही फिर सामने से रुखसत हुआ, जाने लगे अल्लाह के बंदे, रोटी रोटी रोटी। अब क्या है देने के लिए, अब क्या है देने के लिए। पेपर लाते हैं, पेपर पे बोलते हैं इस पे लिखो, तुम बोल रहे हैं मैं सुन रहा हूं, और तुम ये गलत फहमी में नहीं आना, खाली मैं बोल रहा हूं, इन्हें सुन रहा है, रोटी दे रहा है। लिख कर दियो क्या क्या तुम मुझे दिए, क्या क्या तुम मुझे दिए हैं आमाल, सब पेपर पे लिख कर दियो। बहरहाल पेपर पे लिख लेते हैं, ले लेते हैं। अब जब हिंदुस्तान जब पहुंचे ऐसे तैसे करके, इरादा हुआ बाबा फरीदुद्दीन गंजी शकर सरकार से मुलाकात का। जाते हैं सरकार के पास, अर्ज करते हैं मैं इतने हज किया अल्हम्दुलिल्लाह, इतनी इबादतें किया, वो किया, ये किया। सरकार मुस्कुराते हुए लोगों से मुखातिब होते हैं और ये इरशाद फरमाते तुम लोग पूरे बाहर जाओ, बाहर जाओ। सरकार अंदर आते हैं, अपने हुजरे में जाते हैं और पेपर लाते हैं, देखो क्या है ये, क्या है ये, तुम खुद लिख के दिए हैं। अब तुम ये बतलाओ कि इस्लाम का कौन सा रुकन है, कौन सा रुकन है, जरा गौर करें आप, इस्लाम का कौन सा रुकन है ये बतलाओ। ये एक रुकन की खातिर तुम पूरे आमाल बर्बाद कर दिए हैं। एक रिज़्क़ के मुतालिक, रिज़्क़ की सोच में, रिज़्क़ के फिक्र में, रिज़्क़ की तलाश में, रिज़्क़ मुझे मिल जाए, इसके लिए तुम अपने आमाल को देने पर भी तुल गए हैं। अल्लाह ताला हम सबों को समझने की तौफीक अता फरमाए। आज दौरे हाजिर का मुसलमान की भी यही हालत है, रिज़्क़ के मुतालिक आज हर चीज कुर्बान करने के लिए तैयार है। ये यकीन नहीं है कि अल्लाह मेरा राज़िक है और मैं उसका मरज़ूक बंदा हूं। ബഹുമാനികളെ, നമ്മളുടെ റിസ്ക് നൽകുന്ന റാസിഖ് അള്ളാഹുവാണ്, നമ്മളും അവന്റെ മർസൂക്കാണ്. അവൻ റിസ്ക് നൽകുന്നത് ഭക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. റിസ്കിനെ സംബന്ധിച്ച് ഫിക്ർ ചെയ്യുക, ആലോചിക്കുക, എന്നുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് റാസിഖിന്റെ ഉത്തരവാദിത്തമാണ്, അത് മർസൂഖിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. പക്ഷേ നമ്മൾ മർസൂഖാണ്, അള്ളാഹു റാസിഖാണെന്ന് വിശ്വസിക്കുന്നെങ്കിലും അള്ളാഹുവിന്റെ ആ റാസിഖിയത്തിൽ ഉറപ്പില്ലാത്തതിന്റെ പേരില് എനിക്കുള്ള റിസ്കിന്റെ മാർഗം എവിടെയാണ് എന്നുള്ള ഈ കാര്യത്തിൽ ബേജാറായിക്കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് ഈ വിശക്കുന്ന സമയത്തുള്ള ഭക്ഷണത്തിനുള്ള മാർഗം എവിടെ നിന്നാണ് കിട്ടുക. അതിന് പരിഹാരമുണ്ടാവുകയാണെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും അർപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാവും. ജീവൻ വേണമെങ്കിൽ അർപ്പിക്കും, സമ്പത്ത് മുഴുവൻ നൽകും, താൻ സമ്പാദിച്ചുണ്ടാക്കിയ ഏതെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ കൊടുത്താലും ശരി, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള മാർഗം എവിടെ നിന്നാണ് കിട്ടുക എന്ന അന്വേഷണത്തിന് ബേജാറിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് ആവശ്യമായ ഭക്ഷണം വിശക്കുമ്പോൾ നൽകുന്നവൻ ഞാനാണ്. ഈ വിശക്കുന്ന സമയത്ത് ഭക്ഷണം നൽകുന്ന റബ്ബാരോ, ആ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ റിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ബേജാറിലാണ്, അതിന് പരിഹാരമുണ്ടായാൽ അതിന് നാം എന്തൊക്കെ അർപ്പിക്കാൻ തയ്യാറാകും എന്ന വസ്തുത മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലൂടെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും.
ബഹുമാനപ്പെട്ട ഹദ്റത്ത് നിസാമുദ്ദീൻ മഹബൂബ ഇലാഹി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശൈഖായ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മശായിഖന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഉന്നതരായ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തില് സാധാരണയായി വലിയൊരു പണ്ഡിതന്, ഒരു മുഫ്തി സാഹിബ് സാധാരണ വന്നിരിക്കാറുണ്ട്. അവരോട് വന്നിട്ട് ഇൽമിയായ പല കാര്യങ്ങളിലും അവർ പരസ്പരം സംസാരിക്കും. അദ്ദേഹത്തിനാണെങ്കിലോ അദ്ദേഹത്തിന് പക്കലുള്ള ഈ ഇൽമിനെ കുറിച്ചൊക്കെ വലിയ മതിപ്പാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ അറിയുന്ന ആളാണ്, മറ്റ് പല കാര്യങ്ങളും അറിയുന്ന ആളാണെന്നൊക്കെ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റഹ്മത്തുള്ളാഹിയുടെ മുമ്പില് ഇങ്ങനെ ഘോരഘോരമായി ഇതൊക്കെ ചർച്ച ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഇരിക്കെ ഒരിക്കല് ബഹുമാനപ്പെട്ട ബാബാ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം കാര്യം എത്ര ആർക്കും അറിയാത്ത, കുട്ടികൾക്ക് വരെ അറിയാലോ, ഇസ്ലാം കാര്യം 5 ആ ബഹുമാനപ്പെട്ട അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്ലാം കാര്യം 6 ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇസ്ലാം കാര്യം 5 ഉള്ളൂ. കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെ 5 ഇസ്ലാം കാര്യമുള്ളൂ. 6ാമത് ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ ഒന്നില്ല. ബഹുമാനപ്പെട്ട അതൊക്കെ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ചിലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ചില അർഹരായ ആളുകൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഒന്ന് സംശയം തീർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് കാര്യം മനസ്സിലാക്കി തന്നില്ലേ, ദീനിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത വാലിമായ ഒരു മനുഷ്യനോട് ഇന്നും ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറല്ല, ഞാൻ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി. അങ്ങനെ അവിടുന്ന് പോയി കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഹജ്ജിന് പോയി. മക്കയിലെത്തി ഹജ്ജൊക്കെ നിർവഹിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും സൗകര്യം ലഭിച്ചപ്പോൾ അവിടെ തന്നെ മക്കയിലും മദീനത്തൊക്കെ ആയി ഇബാദത്തിലായി തന്നെ കഴിച്ചുകൂട്ടിക്കാണ്. 2ാമത്തെ ഹജ്ജിന്റെ കാലം വന്നു, 2ാമതും ഹജ്ജ് ചെയ്തു. 3ാമത്തെ ഹജ്ജിന്റെ കാലം വന്നു, അന്ന് 3ാമതും ഹജ്ജ് ചെയ്തു. ഇങ്ങനെ തുടരെ 7 ഹജ്ജുകൾ നിർവഹിക്കാനും ഈ ഹജ്ജിന്റെ ഇടയിലുള്ള കാലം അള്ളാഹുവിന്റെ ഇബാദത്തിലും ദിക്റിലും ഫിക്റിലും ഒക്കെ ആയി തന്നെ മക്കയിലും മദീനയിലൊക്കെ ആയി കഴിഞ്ഞുകൂടാനൊക്കെയുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം, ഞാനിങ്ങനെ കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയല്ല, നമ്മുടെ മശായിഖന്മാർ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് പറഞ്ഞതായ ഉദാഹരണങ്ങളിൽപ്പെട്ട ഒരു കാര്യം, ഒരു ചരിത്രമാണ് നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഈ ഹജ്ജൊക്കെ നിർവഹിച്ചതിന് ശേഷം അങ്ങനെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. കപ്പലിലാണ് മടങ്ങുന്നത്. കപ്പൽ മടങ്ങുന്ന മധ്യേ ഈ കപ്പൽ വെള്ളത്തിൽ മുങ്ങി. ആളുകളൊക്കെ പലരും മരിച്ചുപോയി. ഇദ്ദേഹം എങ്ങനെയൊക്കെ ഏതോ പലകന്റെ മേലൊക്കെ നീന്തിക്കടന്ന് ഒരു ദ്വീപിൽ ചെന്നെത്തിയപ്പോ പിന്നെ അവിടെ തന്റെ കയ്യിലുള്ള ഒരു സാമഗ്രിയില്ല, ഒരു സാധനവുമില്ല, തിന്നാനോ കുടിക്കാനോ ഒന്നും തന്നെ കയ്യിലില്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നീന്തിയ കരക്കെത്തിയത്. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹന്റെ ഉള്ളിൽ പോയിരുന്നു. 2-3 ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചുകൂട്ടി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഗുഹാമുഖത്തിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. റൊട്ടി വേണോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം വേഗം പുറത്തു വന്നുകൊണ്ട് എനിക്ക് റൊട്ടി വേണമെന്നാണ്. ഇദ്ദേഹം പറഞ്ഞു, റൊട്ടി തരാൻ പറ്റില്ല, അതിന് പണം തരണം, അതിന്റെ സംഖ്യ വില തന്നെങ്കിലേ റൊട്ടി തരുള്ളൂ. ഇദ്ദേഹം ചരിത്രമൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയ ആളായിരുന്നു, എന്റെ പക്കലുള്ള സർവ്വ സാധനങ്ങളും നശിച്ചുപോയി, ഞാൻ ഏകനായി ഇവിടെ ഈ ദ്വീപിൽ കരക്കണഞ്ഞ ആളാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വില തരാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അമലുണ്ടാവുമല്ലോ എന്നാണ്. ആ അമലുണ്ട്, ആ അമല് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റൊട്ടി തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത ഹജ്ജ് നൽകി. എത്ര ഹജ്ജ് ചെയ്തിരുന്നു? 7 ഹജ്ജ്. ഈ 7 ഹജ്ജ് തരികയാണെങ്കിൽ അതിന് പകരം ഞാൻ ഒരു റൊട്ടി നൽകാം. അങ്ങനെ അദ്ദേഹത്തിന് 7 ഹജ്ജ് ഇദ്ദേഹത്തിന് നൽകി. അതിന് പകരം ഒരു റൊട്ടി വാങ്ങി തിന്നു. അത്യാവശ്യം വിശപ്പൊക്കെ അടങ്ങി. ഇദ്ദേഹം പോകുന്ന വഴിയൊക്കെ നോക്കി, പക്ഷെ മനസ്സിലാക്കി ഇയാൾ അവിടെ അപ്രത്യക്ഷനായി. വീണ്ടും ഇദ്ദേഹം ഇതേ മാളത്തിൽ പോയിരുന്നു. 2-3 ദിവസം സഹിച്ചു. വീണ്ടും വിശപ്പ് സഹിക്കുന്നില്ല. അപ്പോഴും ഇതുപോലെ ഒരാള് റൊട്ടി എന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇദ്ദേഹം പുറത്തു വന്ന്, എനിക്ക് റൊട്ടി വേണം, വില തരണം. എന്താ വില തരാൻ പറ്റുക? ഹജ്ജ് ഏതായാലും കഴിഞ്ഞു, വേറെ അമലും ഉണ്ടോ? നിസ്കാരം നൽകണം. അങ്ങനെ നിസ്കാരം കൊടുത്തു. പിറ്റേ ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്നു. നോമ്പ് കൊടുത്തു, സക്കാത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം ഇയാളെ കയ്യിൽ ഒന്നുമില്ല, ഒരു സംഖ്യയില്ല, ഒരു പൈസയില്ല, ഒരു അമലുമില്ല. എല്ലാം അവസാനിച്ചു പോയി. അങ്ങനെ വീണ്ടും ഇയാൾക്ക് വിശന്ന സമയത്ത് ഇയാൾ അതേ വിശപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ മധ്യാണ് റൊട്ടി വേണമെന്ന് ചോദിച്ചാണ് ഇതേ ആള് വരുന്നത്. ആ റൊട്ടി വാങ്ങണം എന്ന് പറഞ്ഞ് മുന്നിൽ വന്നപ്പോൾ എന്താ വില നൽകാനുള്ളത്? ഇയാളൊന്ന് വില ഒന്നും എൻ്റെ കയ്യിലൊക്കെ തന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എനിക്ക് തന്നു എന്ന് പറഞ്ഞ ആ കാര്യം ഒരു കടലാസിൽ എഴുതി തരും. ഇത്ര ഹജ്ജ് നൽകി, ഇത്ര നിസ്കാരം നൽകി, നോമ്പ് നൽകി, സക്കാത്ത് നൽകി, ഇതെല്ലാം നൽകി എന്ന് എഴുതി തരിക.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് റൊട്ടി നൽകാം. കാരണം നിങ്ങളും തെറ്റിദ്ധാരണയിലാകണ്ട, വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി, അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന്. നിങ്ങൾ നൽകിയത് എന്താണെന്നുള്ള രേഖ വേണം, അതിന് പകരം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്താണെന്നുള്ള രേഖ ഉണ്ട്. ആ രേഖ അടിസ്ഥാനം നമുക്ക് കാര്യം ചെയ്യാം. അങ്ങനെ അദ്ദേഹം ഒരു പേപ്പർ കൊടുന്നു, അതിൽ ഇതൊക്കെ എഴുതി കൊടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇതൊക്കെ എഴുതി. അങ്ങനെ അതിനുശേഷം അദ്ദേഹം കടൽക്കരയിൽ വന്നപ്പോഴേ ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഹാജിമാർ മടങ്ങുന്ന കപ്പലാണ്. കൈ കാണിച്ച് അവർ കരക്ക് വന്ന് തോണി അയച്ച് അതിൽ ഇദ്ദേഹം കയറി സുഖമായി നാട്ടിലെത്തി. നാട്ടിലെത്തിയ ശേഷം ഇദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വന്നു, ഞാൻ പോയിരുന്ന ബഹുമാനപ്പെട്ട മഹാൻ ഫരീദുദ്ദീൻ ഗഞ്ചശേഖർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ പോയി ഒന്ന് സന്ദർശിക്കാം. ചെന്നപ്പോൾ ചോദിച്ചു, എവിടെയായിരുന്നു ഇത്ര കാലമായിട്ട്? പറഞ്ഞു, 7 കൊല്ലമായി ഞാൻ മക്കത്തായിരുന്നു. അല്ലാഹു തആല ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകി. ഒരു ഹജ്ജല്ല 7 ഹജ്ജ് ചെയ്തു. ഇത്ര കാലം ഞാൻ ഇബാദത്തിലും കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് അവിടെ കഴിച്ചുകൂട്ടിയത്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴേ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഗഞ്ചശേഖർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെയുള്ള ആളുകൾ നിങ്ങളൊക്കെ ഒന്ന് പുറത്തുപോയി, എനിക്ക് ഇദ്ദേഹത്തിനോട് ഒറ്റക്കൊന്ന് സംസാരിക്കാണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തു പോയതിനു ശേഷം ബഹുമാനപ്പെട്ട റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കടലാസ് എടുത്തു കൊടുന്നു. അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങളെടുത്ത് ബാക്കിയുള്ള ഇസ്ലാം കാര്യം ഏതാണെന്ന് ചോദിച്ചു. നിസ്കാരം ഏതായാലും പോയി, നോമ്പും പോയി, ഹജ്ജും പോയി, സക്കാത്തും പോയി, ഇനി ബാക്കിയുള്ളത് ഏതാണ്? ഇത് ഏത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്? അപ്പൊ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള മാർഗത്തിന് വേണ്ടി മനുഷ്യൻ ഗതിയില്ലാതെ വരുമ്പോൾ അവന്റെ അമലുകൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കൊടുത്താലും വേണ്ടിയില്ല, എനിക്ക് എന്റെ വിശപ്പടക്കാനുള്ള ഒരു ഭക്ഷണം കിട്ടിയാൽ മതി എന്നാണ് മനുഷ്യനുള്ളത്. ഇങ്ങനെ ഈ വിശക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിശപ്പടക്കി തരുന്ന ആ റബ്ബിനെയാണ് അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന നമ്മളോടുള്ളത്. बुजुर्गों और दोस्तों, जो अल्लाह के राज़ी होने पर, जो ईमान रखता है, यकीन रखता है, मेरे भूख के वक्त अल्लाह खिला रहा है, जिसको ईमान होता है वो खुद भी खाता है और दूसरों को भी खिलाने की वो कोशिश करता है। खुद भी खाता है, दूसरों को भी खिलाता है, ये यकीन के साथ मैं भी जो खा रहा हूं ये अल्लाह खिला रहा है और मेरे जरिए जो खा रहे हैं ये उनको भी अल्लाह खिला रहा है। वो यकीन रखते हैं। देखो मोहम्मद रसूलुल्लाह का क्या आलम है, क्या कैफियत है। खैबर जब खोदा जा रहा है, पहाड़ आया, जब वो खैबर गड़े के अंदर, कौन सा खंदक जब खोदा जा रहा है, वो गड़े के अंदर जब पहाड़ आया, सहाबा परेशान, इतनी मेहनत कर रहे हैं कि पत्थर वो टूटने का नाम नहीं है। सरकार दो आलम सल्लल्लाहु अलैहि वसल्लम सहाबा से इरशाद फरमाते हैं, तुम लोग हथौड़ी दियो। आप खुद नीचे उतरते हैं, उतर के 2 मारते हैं, पूरा पत्थर चूकना चूर हो रहा है। ये देखकर सहाबा हैरत ज़दा हो रहे हैं और सरकार की वो कैफियत के भूख से, शिद्दत से पत्थर बांधे हुए हैं पेट पर। सरकार, सहाबा, दूसरे जितने हैं सब भूख की शिद्दत में गिरे हुए हैं। ये देखकर हज़रत जाबिर रज़ी अल्लाह ताला अन्हु कैफियत पैदा होती है। अपने घर को जाते हैं, बीवी से पूछते हैं, कुछ है? मेहमान मोहम्मदुर रसूलुल्लाह को हम बनाएंगे, कुछ है आपके पास? कहने लगी, आधा किलो 1 किलो 1 सेर गेहूं है और एक छोटा सा बकरा है। आप इरशाद फरमाते हैं, तुम रोटी डालना शुरू करो, मैं यहाँ पर बकरा काटता हूँ। बहरहाल तैयारी कर दिए, हंडी चढ़ा दिए। सरकार की बारगाह में आकर अर्ज करते हैं, या रसूल अल्लाह, आपकी मैं दावत दे रहा हूँ, या रसूल अल्लाह कबूल फरमाइए। और फिर कान में जो बीवी ने कहा है वो रसूलुल्लाह के कान में कहते हैं, क्या कहते हैं? या रसूल अल्लाह, आप आ सकते और आपके साथ 1-2 आदमी आ सकते, उसके अलावा और कोई नहीं आ सकते। बुजुर्गों, ये सुनते हैं सरकार बाहर आके ऐलान करते हैं, चलो आज जाबिर के घर में दावत है। सब सहाबा को ले जा रहे हैं, चलो चलो। आप परेशान, मैं तो बनाया सिर्फ 2 आदमी के लिए और रसूलुल्लाह सबको दावत दे रहे हैं। अब रसूलुल्लाह दावत दिए, अब रसूलुल्लाह जानते हैं क्या बेहतर है क्या नहीं। पूरा दावत सहाबा पूरे आ रहे हैं। आपकी बीवी आपसे पूछते, क्या तुम रसूलुल्लाह को नहीं बोले? इतना कम है खाना, 2 आदमी पेट भर के खा सकते हैं, उसके अलावा और नहीं। आप क्या इरशाद फरमा? मैं रसूलुल्लाह के सामने रख दिया हूं, लेकिन रसूलुल्लाह लाए हैं पूरों को। सरकार क्या इरशाद फरमाते हैं, जाबिर, वो जो हंडी है उसको उतारना नहीं और तुम रोटी डालना बंद नहीं करना, डालते जाओ और हंडी से सालन निकालते जाओ, गोश्त निकालते जाओ। सरकार खुद भी खा रहे हैं, सहाबा को भी खिला रहे हैं
और फिर जब पूरे मुकम्मल हो गए सहाबा, एक दो नहीं, हजारों की तादाद में सब खा लिए। फिर सरकार इरशाद फरमा रहे, जो आपके महल्ले में जो भूखे हैं उनको भी खिलाओ, क्या ईमान है? जाबिर खिलाने वाला नहीं है, ये जो पकाया है ये रिज़्क़ मिटाने वाला नहीं है, मेरा राज़िक़ तो अल्लाह है, भूख को मिटाने वाला वो है। जब वो मिटाने पे आए भूख, तो क्वांटिटी उसके सामने मकसूद नहीं होती, बल्कि उसका मकसद यही होता है कि पूरों का भूख मिटाया जाए। बुजुर्गों, ये जानने वाले, ये यकीन करने वाले मोहम्मदुर रसूलुल्लाह सहाबा के अंदर भी ये कैफियत पैदा की है, सहाबा ताबईन औलिया अल्लाह के अंदर भी ये कैफियत, हमारी भी ये कैफियत पैदा होना। अगर ये कैफियत पैदा होगी तो हमारी इबादतों में लज्जत आएगी। ബഹുമാനികളെ, അല്ലാഹു തആലയാണ് റാസിഖ്, നമ്മൾ മർസൂഖാണ്. നമ്മൾക്ക് റിസ്ക് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെതാണ്. ഈ വസ്തുത മനസ്സിലാക്കിയ ആളുകൾ ആരൊക്കെയുണ്ടോ അവർ അള്ളാഹു നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന് സന്തോഷത്തോടെ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അവർ അതിൽ നിന്ന് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക കൂടി ചെയ്യുന്ന പ്രവർത്തനം നിർവഹിക്കുന്നവരാണ്. ഈ നിലക്ക് അള്ളാഹുവിനെ റാസിഖായി മനസ്സിലാക്കുന്ന ആളുകൾ ആ റാസിഖായ അള്ളാഹു നൽകുന്ന റിസ്ക് സ്വയം ഭക്ഷിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റുള്ളവരെ, വിശന്നവരെ കൂടി ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഇടപെടുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ ആളുകളൊക്കെ ചെയ്തു പോന്നതായിട്ട് നമുക്ക് കാണും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ സ്വഹാബത്തും യുദ്ധരംഗത്ത് ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖന്ദഖ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മധ്യ വലിയൊരു പാറക്കല്ല് വരുന്നു. സഹാബത്ത് മുഴുവനും പരിശ്രമിച്ചത് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ആർക്കും അതിനെ പൊട്ടിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടുകൊണ്ട് അവിടേക്ക് ചെല്ലുകയും അവരോട് ആ മഴു വാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങിലേക്ക് ഇറങ്ങി ആ പാറക്കല്ലിന്റെ മേൽ ശക്തിയായ അടിക്കലോടുകൂടി ആ പാറക്കല്ല് കഷ്ണങ്ങളായി മാറുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിശപ്പിന്റെ കാഠിന്യത്താൽ വയറ്റില് കല്ല് കെട്ടിക്കൊണ്ടാണുള്ളത്. ഈ നിലക്ക് വിശക്കുന്ന സമയത്ത് പോലും, ആ വിശപ്പിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ഖന്ദഖ് കുഴിക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടാണുള്ളത്. ഈ രംഗം കണ്ടതായ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശപ്പിന്റെ അവസ്ഥ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ ഓടി വീട്ടിലേക്ക് എത്തി തന്റെ പത്നിയോട് ചോദിക്കുകയാണ്, ഭാര്യയോട്, അതല്ല, നമുക്ക് ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനെ സൽക്കരിക്കാം, വീട്ടിൽ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി പറയുന്നു, നമ്മളെ വീട്ടിൽ ഏകദേശം 1 കിലോ ഒരു സേറ് ഗോതമ്പുണ്ട്, നമ്മളെ വീട്ടിൽ ചെറിയൊരു ആട്ടുംകുട്ടിയുമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നീ വേഗം തന്നെ ആ ഗോതമ്പ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ ആരംഭിക്കുക, ഞാൻ ഇതാ ഈ ആട്ടുംകുട്ടിനെ അറുത്ത് നിനക്ക് മാംസമാക്കി തരാം, അതിനെ നീ പാകം ചെയ്യാൻ തുടങ്ങുക. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വീട്ടിൽ അല്പം ഭക്ഷണത്തിനുള്ള ഏർപ്പാടായിട്ടുണ്ട്, അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ചെവിയിൽ ചെന്ന് സ്വകാര്യമായി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങക്കും അങ്ങയോട് കൂടെയുള്ള 1-2 ആളുകൾക്കുമുള്ള ക്ഷണമേ ഉള്ളൂ, അത്രയും ഭക്ഷണമേ വീട്ടിലുള്ളൂ, അവരുമായിക്കൊണ്ട് തങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കയറിക്കൊണ്ട് സഹാബത്തിനെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജാബിറിന്റെ വീട്ടിൽ നമ്മൾക്കൊക്കെ ഒന്ന് സദ്യയുണ്ട്, എല്ലാവരും ജാബിറിന്റെ വീട്ടിലേക്ക് നടക്കുക. ഒരാളല്ല, 2 ആളല്ല, ആ യുദ്ധരംഗത്ത് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹാബത്ത് 100 കണക്കിന് 1000 ആളുകൾ എല്ലാവരും ഒന്നടങ്കം വീട്ടിലേക്ക് വരികയാണ്. അവരുടെ ഭാര്യ അത്ഭുതപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ നമ്മളെ വഷളാക്കരുത്, നിങ്ങൾ റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞിരുന്നോ? അതെ, ഞാൻ റസൂലുള്ളാഹിനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അവിടെ നിന്നും 1-2 ആളുകൾക്കുള്ള ക്ഷണയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അള്ളാഹിന്റെ റസൂലിനെ അറിയുള്ളൂ, അവർ എല്ലാവരെയും ഒന്നടങ്കം വിളിച്ചിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവരെയും കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് കൽപ്പിക്കുകയാണ്, നിങ്ങൾ റൊട്ടി ചുട്ടുകൊണ്ടേയിരിക്കുക, റൊട്ടി ചുടുന്നത് നിർത്തരുത്. അതിലേക്ക് റസൂലുള്ളാഹി ഊതി, നിങ്ങളത് നിർത്താൻ പാടില്ല,
ഏതൊരു കരത്തിലാണോ ഈ മാംസം വേവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അടുപ്പത്ത് നിന്ന് ഇറക്കാൻ പാടില്ല, അതങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാന്റെ റസൂല് റൊട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇതിൽ നിന്ന് ചാറൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവർ ഒന്നല്ല രണ്ടല്ല, ഈ വന്ന ആളുകൾ മുഴുവനും ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുന്നു, വീട്ടുകാരും കഴിക്കുന്നു. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ളവരോട് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ പലരും ഇന്ന് വിശപ്പ് സഹിക്കാതെ മാർഗമില്ലാതെ ജീവിക്കുന്നവരാണ്, അവർക്കൊക്കെ വിശപ്പടക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അവരെ മുഴുവനും ഭക്ഷിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും യുദ്ധരംഗത്തേക്ക് മടങ്ങിപ്പോകുന്നത്. ഈ നിലക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഴുവൻ സഹാബത്തിനെയും ഭക്ഷിപ്പിച്ചത് റാസിഖ് ജാബിർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. ആരാണ് റാസിഖ്? ഉടമസ്ഥനായ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് വിശപ്പ് നൽകുന്നവൻ, അവൻ തന്നെയാണ് ഭക്ഷണം നൽകുകയും ചെയ്യുക. ആ ഭക്ഷണം നൽകുന്നവനായ റബ്ബിന്റെ തിരിച്ചറിവ് നേടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. അവരുടെ വീട്ടിൽ വന്നതായ ആളുകളെ മുഴുവൻ ഭക്ഷിപ്പിച്ച് വിശപ്പടക്കി വീട്ടിൽ നിന്ന് തിരിച്ചയക്കുന്നതും. ഇതുപോലെ ഈ റാസിഖായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന് ഇബാദത്ത് ചെയ്ത് അതിൽ ആനന്ദം കൊണ്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, ആ റാസിഖിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ചുറ്റുപാട് നമ്മുടേതും ആക്കി തീർക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. बुजुर्गों और दोस्तों, ये ईमान हमारे अंदर पैदा होना पहले। अगर ये ईमान के साथ, ये यकीन के साथ अल्लाह मेरी भूख को मिटाने वाला है, फिर हम इबादत करेंगे तो इबादत में हमको मजा आएगा। वो इबादत इबादत होगी, वो सजदा सजदा होगा, वो खियाम खियाम होगा, वरना वो सब एक एक्टिंग है, उसके सिवा कुछ नहीं। अल्लाह ताला हम सबों को हकीकी नमाज अदा करने की तौफीक अता फरमाए। सूरत से हटकर हकीकत में नमाज अदा करने की हमें तौफीक अता करे। कब हकीकी नमाज हम अदा करेंगे? ईमान हमारे अंदर पैदा हो। जिसको ईमान होता है, क्या कैफियत होती है वो सहाबा की, क्या कैफियत होती है वो औलिया अल्लाह की, क्या कैफियत होती है मोहम्मदुर रसूलुल्लाह की। अल्लाह राजी का इतना यकीन होता है, वो खुद भी खाते हैं और दूसरों को भी खिलाते हैं, दूसरों को भी खिलाते हैं, दूसरों को भी खिलाते हैं। इस यकीन की बुनियाद पर मैं इन्हें नहीं खिला रहा हूं, मैं इनकी भूख नहीं मिटा रहा हूं, अल्लाह भूख मिटा रहा है, अल्लाह राज़िक है। कैसी कैफियत है सहाबा की? जंग के मैदान में सहाबा, भूख की शिद्दत, प्यास की शिद्दत, एक सहाबी रसूल निदा दे रहे हैं, कोई है तो पानी पिलाओ, पानी पिलाओ। लेकर जाने वाले पानी लेकर जा रहे हैं, जब सामने रखा दिया गया पानी, तो वो सहाबी रसूल जो निदा दिए थे पानी दियो, वो क्या कहने लगे? क्या कह रहे हैं? मुझसे ज्यादा प्यास इसको लग रही, हकदार ये है, इसको दियो। बुजुर्गों, मंगा रहे हैं कोई और, लेकिन सामने वाले का ख्याल करते हुए दे रहे हैं किसी और को। जब उनके पास ले जाया गया, उन्होंने क्या कहा? मुझको तो प्यास लग रही है, लेकिन मेरे से ज्यादा हकदार सामने वाला नजर आ रहा, उसके पास ले गए। ऐसी चलते चलते 7 आदमी, 7वां बंदा जब उसके पास ले जाया गया, पूछा गया पानी ले, तो क्या कहते हैं? मैं तो प्यास लग रही है, कोई शक नहीं, लेकिन मुझसे ज्यादा हकदार वो पहले वाला आदमी है। पानी लेकर जा रहे हैं, फिर वापिस वो आखिरी सहाबी रसूल किसके पास भेज रहे हैं? पहले वाले सहाबी के पास भेज रहे हैं। जब तक वो आए, वो सहाबी रसूल इस दुनिया से रुखसत कर रहे हैं। ये कैफियत अल्लाह के बंदों को खिलाने की, पिलाने की, ये कब आएगी? यकीन होना पड़ेगा। अल्लाह ये यकीन की दौलत हमें अता फरमाए। ഭക്ഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്നുള്ള ഈ ഈമാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഉറപ്പൊരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ആ ഉറപ്പോടുകൂടി മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുന്ന ശീലമുണ്ടാക്കി കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിലുള്ള ഈ വിശ്വാസം തന്റെ ഉള്ളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്തിന്റെ അവസ്ഥ വേറെയാണ്, അതിന്റെ ലദ്ദത്ത് വേറെയാണ്, അതിലുള്ള ഖിയാമിന്റെ രസം വേറെയാണ്, അങ്ങനെയുള്ള റുക്കൂഇന്റെ രസം വേറെയാണ്, സുജൂദിന്റെ രസം വേറെയാണ്. അള്ളാഹുവിന്റെ മേൽ അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് ഭക്ഷിപ്പിക്കുന്നവൻ, അതിന്റെ മാർഗമുണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്നുള്ള ഈ യഖീൻ, ഈ ഉറപ്പ് ഹൃദയത്തിലില്ലാതെ
നാം ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്ത് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമേ ആവുകയുള്ളൂ, അതൊരു ആക്ടിങ് മാത്രമേ ആവുകയുള്ളൂ, അത് സൂറത്തെ നമാസ് നിസ്കാരത്തിന്റെ ബാഹ്യ കോലം മാത്രമേ ആവുകയുള്ളൂ. ഹഖീഖത്തെ നമാസ് നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം എന്ത്, ആ യാഥാർത്ഥ്യത്തെ എത്തിക്കാൻ അവർക്ക് ഒരിക്കലും തന്നെ സാധ്യമാവുകയില്ല. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഉറപ്പ്, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, നാം ആർക്കും ഭക്ഷണം നൽകുന്നവനല്ല, അല്ലാഹുവാണ് ഭക്ഷിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് കുടിപ്പിക്കുന്നവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് കുടിപ്പിക്കാനും ഭക്ഷിപ്പിക്കാനും തിരിഞ്ഞ സമയത്ത് ആ മഹാന്മാരായ സഹാബത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? യുദ്ധരംഗത്ത് ഒരു സഹാബി വിളിച്ചു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. മറ്റൊരു സഹാബി വെള്ളവുമായി എത്തുമ്പോൾ അപ്പുറത്ത് ശബ്ദം വരികയാണ്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. ഇദ്ദേഹം പറയുന്നു, എന്നെക്കാൾ കൂടുതൽ അദ്ദേഹത്തിനാണ് ദാഹിക്കുന്നത്, അയാൾക്ക് കൊടുക്കുക. ഇദ്ദേഹം വെള്ളമായി അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പുറത്ത് ശബ്ദം വരുന്നു, അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ചെന്ന് ചെന്ന് ഏഴാമത്തെ ആളുടെ അടുക്കൽ എത്തുകയാണ്. ഓരോരുത്തരും എന്നെക്കാൾ കൂടുതൽ വെള്ളത്തിൽ ദാഹിക്കുന്നവർ അവരാണ്, അവർക്ക് നിങ്ങൾ വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നു. അവസാനത്തെ ആളെടുത്തെത്തിയപ്പോൾ ഏഴാമത്തെ ആൾ പറഞ്ഞു, എന്നെക്കാൾ കൂടുതൽ ദാഹിക്കുന്ന തുടക്കത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. അദ്ദേഹം വെള്ളമായി തിരിച്ചു വന്നപ്പോഴേക്ക് ഇദ്ദേഹം ഷഹീദായിരിക്കുകയാണ്, അള്ളാഹുവിൽ വാസിലായിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ആൾ, അദ്ദേഹം അള്ളാഹുൽ വാസിലായിരിക്കുകയാണ്. ഈ നിലക്ക് തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ടത് അള്ളാഹു എനിക്കെത്തിക്കും, അള്ളാഹു നിശ്ചയിച്ചത് അവർക്കാണ്, അവരിലേക്ക് എത്തണം, റാസിഖ് അള്ളാഹുവാണ് എന്നുള്ള ആ ഈമാനോടുകൂടി പ്രവർത്തിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നാം അവരുടെ ആ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് നമ്മളും നമ്മളെ ജീവിതത്തിൽ ഭക്ഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കി അവൻ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണ് വേണ്ടത്. बुजुर्गों और दोस्तों, अब हमारे नज़दीक रमज़ान शरीफ है। अल्लाह ताला रमज़ान को पाने की और उसकी कदर करने की और उसके बरकतों से रहमतों से अल्लाह हमको मालामाल होने की तौफीक अता फरमाए। वो रमज़ान में कैसा हमको रहना है, अल्लाह क्या इरशाद फरमा रहा है, मुहम्मदुर रसूलुल्लाह हमको क्या बतला रहे हैं, मन साम रमज़ान ईमान व एहतिसाब, ईमान और एहतिसाब के साथ, ईमान के साथ रोजा फर्ज किया गया है ईमान वालों के ऊपर। फिर ईमान का अल्लाह के हबीब खास तौर पर बयान क्यों कर रहे हैं? ये यकीन होना कम से कम अल्लाह मेरा राज़िक है, अल्लाह मेरी भूख को मिटाने वाला है, अल्लाह मेरी भूख, अल्लाह मुझको भूख देने वाला भी है, वही मिटाने वाला। ये यकीन रख के खुद भी खाओ, दूसरों को भी खिलाने की कोशिश करो। रमजान आया है इसीलिए। अब नमाज रात में कैसा रहना है रमजान में, अल्लाह के हबीब क्या इरशाद कर, मन खाम रमजान है, मन खाम लैलतुल क़द्र ईमान व एहतिसाबा। हर मकाम पर ईमान का तज़किरा हो रहा है, ईमान का तज़किरा। ये ईमान है, ये ईमान हमारे अंदर पैदा होना। ये ईमान किताबों से पैदा नहीं होता, ये ईमान पैदा होता है तो अल्लाह वालों के कदमों में बैठने से, उनकी सोहबत इख्तियार करने से। जब हम उनकी सोहबत इख्तियार करेंगे, उनके वाज़ व नसीहत को हम सुनेंगे, उसके मुताबिक अगर हम अमल करेंगे, इंशाअल्लाह ये ईमान की आला नेमत व दौलत अल्लाह हमको अता करेगा। अल्लाह हमारे हर अमल को अपने हबीब के सदक़े में कबूल फरमाएगा। ഇനി അടുത്ത് തന്നെ നമ്മുടെ മുന്നിൽ റമദാനാണ് വരാൻ പോകുന്നത്. ഈ റമദാനെ നമ്മൾ എങ്ങനെയാണ് വരവേൽക്കേണ്ടത്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഈ റമദാനിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത അവന്റെ റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും മോചനവും ഒക്കെ നമുക്ക് ലഭിക്കാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായി അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ സാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഏതൊരാൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചോ ഈമാനോടുകൂടി, ഈമാൻ ഉള്ളവരോടാണ് നോമ്പ് നോൽക്കാനുള്ള കൽപ്പന തന്നെ. അങ്ങനെ നോമ്പ് നോൽക്കുന്നവരോട് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് ഈമാനോടുകൂടിയാകണം. എന്താണ് ഈമാന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റാസിഖ്, അവനാണ് ഭക്ഷണം നൽകുന്നവൻ. അവൻ ഭക്ഷണം നൽകുന്നവനാണെന്ന് മനസ്സിലാക്കി അവന്റെ റാസിഖിയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നാം അല്ലാഹു നൽകുന്ന ഭക്ഷണം കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുകയും, ഇങ്ങനെ നാം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കി മുന്നേറുകയും ചെയ്യുകയാണ് നാം വേണ്ടത്. എന്നതുപോലെ തന്നെ രാത്രിയിൽ റമദാനിൽ ചെയ്യാനുള്ളത് എന്താണ്? മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ.
അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി ഏതൊരാള് രാത്രി നിസ്കരിക്കുന്നു, ഏതാള് റമദാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നിസ്കാരം നിർവഹിക്കുന്നു, അവർക്ക് ഇതാ അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷെ ഈ പൊറുക്കപ്പെട്ട അവസ്ഥ ലഭ്യമാകണമെങ്കിൽ സമ്പാദിക്കാനുള്ളത് എന്താണ്? ഈമാനോടുകൂടിയാകണം നാം നോമ്പ് നോൽക്കുന്നത്. ഈമാനോടുകൂടിയായിരിക്കണം നമ്മൾ തറാവീഹ് ഖിയാം ചെയ്യുന്നത്. ഈ ഈമാൻ എവിടെയാണ് നമ്മൾക്ക് കിട്ടുക? ഈ ഈമാന് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ലഭിക്കുന്ന സ്ഥലം അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ഖദമുകളാണ്. അവരുടെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈമാനിയായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുകയും, ചുരുങ്ങിയത് അള്ളാഹുവാണ് എന്റെ റാസിഖ്, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് തീറ്റിപ്പോറ്റുന്നവൻ എന്നുള്ള കാര്യത്തിലുള്ള ശരിയായ ഉറപ്പ് നമ്മൾ നേടിക്കൊണ്ടാണ് നമ്മൾ നോമ്പും റമദാനെയും വരവേൽക്കുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നാം ഏവരെയും അള്ളാഹു തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. आखिर बहुत हो गई है, माफ़ी चाहता हूँ। अल्लाह ताला ऐसे महफिलों में बार बार जमा होकर हम सबों की इस्लाह करने की अल्लाह हम सबों को तौफीक अता फरमाए। സമയം വളരെ വൈകിയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അള്ളാഹു തആല ആവർത്തിച്ച് ഇതുപോലുള്ള മഹത്തായ സദസ്സുകളിൽ സംബന്ധിക്കാനുള്ള महत्ताय तौफीक നമുക്ക് ഏവർക്കും അല്ലാഹു തആല പ്രദാനിക്കട്ടെ. अल्लाह से दुआ है जो भी हम सुन रहे हैं, कह रहे हैं, सुनने से कहीं ज्यादा अमल की हमें तौफीक अता फरमा। ऐ अल्लाह हमारे क़ुलूब में तेरी मोहब्बत अता फरमा, तेरे हबीब की मोहब्बत, तेरे महबूबीन की मोहब्बत अता फरमा। हमारे क़ुलूब से दुनिया की मोहब्बत को हटा दे। ऐ अल्लाह तू रहम फरमा, करम फरमा, मवानिआत ईमान से हमारी हिफाजत फरमा। ऐ अल्लाह कमालात ईमान हमारे अंदर पैदा फरमा। ऐ अल्लाह हमारे ईमान में इज़्दियाद अता फरमा। ऐ अल्लाह तेरे वादों पर यकीन अता फरमा, तेरे बातों पर यकीन अता फरमा, तेरे हबीब के बातों पर यकीन अता फरमा। ऐ अल्लाह तेरे मंशा के मुताबिक जिंदगी गुजारने की हमें तौफीक अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा, इस मस्जिद को ता क़यामत आबाद रख। ऐ अल्लाह ये जो भी काम किए हैं, ऐ अल्लाह उनको अपने शान के माफी जज़ा इनायत फरमा। ऐ अल्लाह हम सबों की तू कामिल मग़फ़िरत फरमा, हम सबों की तू कामिल मग़फ़िरत फरमा। वाफ़ु अन्ना वग़फ़िर लना वरहमना, वाफ़ु अन्ना वग़फ़िर लना वरहमना, वाफ़ु अन्ना वग़फ़िर लना वरहमना, अंत मौलाना फंसुरना अलल क़ौमिल काफ़िरीन बिजाहि सय्यिदिना मुहम्मद मुस्तफ़ा।